ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൊന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്കുക. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോയായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവ് മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പറഞ്ഞു വരും. വർക്കിച്ചു വരണ്ടല്ലോ. കേശുവിന്റെ കട ചെന്നപ്പോ അവിടെ ഇല്ല, എന്നാ പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണു. ഞാൻ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്താണ്ടർപ്പയ്യേ, ഈ പെണ്ണിന്റെ കല്യാണം ആയില്ലേ? ഓ, അതൊക്കെ നടക്കും. വർക്കിച്ചിന് എന്ത് വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ചന്റെ മോളുടെ മനസ്സമ്മത ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടാത്രേ. ഒരു കൈ സഹായത്തിന് എർപ്പായി എന്റെ കൂടെ വന്നാ. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ആളെ ബിരിയാണി എന്നുള്ളത് 30 ആൾക്കാക്കണം. ഓ, അതിന് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുതേ. അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞേ, കൊച്ചാട്ടം പോവാട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. ഈ തീക്കൊക്കെ ഒന്നൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയിലോട്ട് പൂക്കാറുണ്ടാവുക. എന്തൊക്കെ പറഞ്ഞു ചെവിയെ? വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ. നല്ല മണം വന്നിട്ടുണ്ട്. അതുപോലെ പറയണ്ട. ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടുണ്ട്. എനിക്കൊന്നുമില്ല. സഭോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കണ്ട നിന്നൊക്കെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടെ എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കിച്ച് വേഗാട്ടെ. പയ്യെ അടി പിടിക്കാൻ നോക്കട്ടാ. ആരടി പിടിക്കാൻ? അടി പിടിക്കുന്നേ. എന്തായാലും നിന്റെ അടി പിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാ തന്നെ. പയ്യെ ആളുകളൊക്കെ വന്നു തുടങ്ങിടാ. ഞാൻ ഒന്ന് മേക്കഴിട്ട് മാറിയിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ? കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇല്ലേ. നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേട്ടാ. വല്ല പട്ടിപ്പൂച്ചി കയറാണ്ട് പോയിക്കോ. വന്നേ, ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ചി തന്നെ വർക്കിച്ച. ആ ജോണിക്കുട്ടി, നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ. ബിരിയാണി കാലോ? ബിരിയാണി അപ്പോഴേ റെഡി അല്ലേ? എടുക്കാല്ലേ? പയ്യേ റെഡി അല്ലേ? പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ മോനെ, എന്നോട് തന്നെ ഈ ചതി ചെയ്തില്ലടാ. എന്താ മറുപടി എന്നിട്ട് ഈ തട്ടി എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ?
എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ലഡു, പഴം, കൊഴലപ്പം, അച്ചപ്പം, ജിലേബി. കഴിക്ക. ആ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല. ആ, പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ. പിന്നെ 10ാം ക്ലാസ് പഠിത്തമുണ്ടേ, അതുപോലെ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. ആ, വിളിക്കാം. മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട്. ചായയും വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക്, നീ കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയല്ല, അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളേക്ക് കിടക്കാല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതല്ല, കൊറേ ഇരുന്നാലുണ്ടല്ലോ ഒന്ന്. എന്താ മേരിക്കുഞ്ഞ് വിശേഷം? ഓ, നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അത്. നിൽക്കുന്നേ. നീ ആ ശാന്തനെ അമ്പേനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രേസ്യൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനത്തെ കൊത്താറല്ലോ. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിനാണോ ദൈവത്തിനാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. ആർക്ക് വേണ്ടിയാടി ഈ മാദക ശരീരം എങ്ങനെ കെട്ടിപ്പോയി നടക്കണേ? നിന്നെ എനിക്കിഷ്ടമാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. വഴിന്ന് മാറ. കാക്കാശിനും മടിക്കുത്തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസ്യോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തന്തയ്ക്ക്. എന്താ ഈ വെടികൊണ്ട പന്നിയെ പോലെ നമുക്ക് പോയി നോക്കാം. വെക്കണം. എന്തുട്രാ ചാവാൻ ഇത്ര ധൃതിയ? അതല്ല, ചാവാൻ തയ്യാറായിട്ട് ഡർപ്പായി വന്നിട്ടുള്ളത്. ഇറങ്ങി മാറരുത്. ഞാൻ ഈ കാണുന്നത് നിർത്തണം.
അമ്മച്ചേ വന്ന് വന്ന് കവലെ കിടന്ന് നീ അടി കൂടാൻ തുടങ്ങിയ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മച്ചേ. നടു റോഡിൽ കിടന്ന് തല്ലുകൂടാ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം പോത്ത് പോലെ വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല. ആർക്കും വേണ്ടാത്ത 3-4 ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലും ഓർത്തില്ലല്ലോ.